സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒടുവിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് തന്നെ സംഭവിച്ചു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിരിക്കുന്നു. എന്നാൽ ഈ വാർത്ത ശരിയല്ല എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും സാമുവൽ ജെറോമും വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല, അതായത് വധശിക്ഷ റദ്ദാക്കിയ കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അപ്പോൾ ഏതാണ് ശരി? വധശിക്ഷ റദ്ദാക്കിയ കാര്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇക്കാര്യം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനോട് ചോദിച്ചു. തലാലിന്റെ സഹോദരനായ അബ്ദുൽ ഫത്ത മെഹദിയുടെ ഈ വിഷയത്തിലെ റോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുഭാഷിന്റെ മറുപടി ഇതായിരുന്നു. തലാലിന്റെ സഹോദരൻ നേരത്തെ തന്നെ ഈ ഇത്തരം ഒരു നിലപാടെടുത്ത് പോകുന്ന കക്ഷിയാണ്. ഈ ചർച്ചകൾക്കകത്ത് അദ്ദേഹം അല്ല പങ്കെടുക്കുന്നത്. ഈ ചർച്ചകൾക്കകത്ത് തലാലിന്റെ വളരെ അടുത്ത അല്ലെങ്കിൽ ഈ ഇക്കാര്യത്തിൽ ഞാൻ നേരെ പറഞ്ഞത് തീരുമാനം എടുക്കണ്ട. സ്വാഭാവികമായും അവിടുത്തെ യമനിലെ കസ്റ്റം പ്രകാരം ആരാണോ സ്വത്തിന് അനന്തരാവകാശികൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തലാൽ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിന് അവിടുത്തെ നിയമപ്രകാരം ശരിയായ നിയമപ്രകാരം ആരാണോ അവകാശികൾ, അത് ഒന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മക്കളാണ്, ഈ പറയുന്ന രക്ഷിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളാണ്. ഇവരൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഈ സഹോദരനും സഹോദരിക്കൊക്കെ ഇത് പോകുന്നത്, ഈ അവകാശം പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും തലാലിന്റെ മാതാപിതാക്കൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ റോള് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കാനുള്ളത് എന്നുള്ള കാര്യവും സുഭാഷിനോട് ചോദിച്ചു. അതിന്റെ മറുപടി കൂടി കേൾക്കാം. രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ്. ഒന്ന്, പൂർണ്ണമായും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ദിയാദനം കൊടുത്തു കൊണ്ടുവരാനുള്ള ചർച്ചകൾ. അതല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് ഒരു ദിയാദനം കൊടുത്ത് മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത്. അപ്പൊ എന്തായാലും വധശിക്ഷ തത്വത്തിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു ധാരണയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. വധശിക്ഷ എന്നുള്ളതിൽ വേണ്ട. ഇനി മോചനമാണോ അതല്ല വീണ്ടും ജയിൽ സെന്റൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നേരത്തെ തലാലിന്റെ കുടുംബത്തിന്റെ വക്താവായിരുന്ന സർഹാൻ എന്ന വ്യക്തിയും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിൽ സ്ഥിരീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് വ്യക്തമായ സോഴ്സുകളിൽ നിന്നെല്ലാം കിട്ടുന്ന വിവരമനുസരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. സുഭാഷ് പറയുന്നത് പോലെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ഇസ്ലാമിക നിയമപ്രകാരം ആരടുത്താണോ നമ്മൾ ചർച്ച നടത്തേണ്ടത് അവരുമായാണ് സൂഫി പണ്ഡിതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായുള്ള ധാരണ പ്രകാരമാണ് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദിക്ക് റോളൊന്നുമില്ല. അദ്ദേഹം ഈ ചർച്ചകളുടെ ഭാഗവുമല്ല. ഇനിയുള്ള കാര്യങ്ങൾ, അതായത് ദിയാദനം, മോചനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുന്നത്. യമനിലെ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമർ നിയോഗിച്ച പണ്ഡിത സംഘവും നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുന്നത് യമനിൽ തന്നെയുള്ള സാമുവൽ ജെറോമും സംഘവുമാണ്. തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ ഈ പ്രചാരണം നടത്തുന്നത്. വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അബ്ദുൽ ഫത്ത മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുന്നത്, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുന്നത് തീർത്തും തെറ്റാണെന്ന് ഈ പോസ്റ്റിൽ പറയുന്നു. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളെ വീരപരിവേഷം നൽകാനും സെൻസേഷണലൈസ് ചെയ്യാൻ പറ്റിയ വിഷയമായി കാണുന്നു. എന്നാൽ മനസ്സിലാക്കാനോ പൊറുക്കാനോ കഴിയാത്തത് മതത്തിന്റെ പേരിലും സത്യത്തിന്റെ പേരിലും സംസാരിക്കുന്നവരും കാരുണ്യത്തിന്റെ വക്താക്കളെന്ന് സ്വയം ചിത്രീകരിക്കുന്നവരുമായ ചില പ്രഭാഷകർ ഞങ്ങളുടെ ചിലവിൽ തെറ്റായ വീരപരിവേഷം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് മനഃപൂർവവും ആസൂത്രിതവുമായ ഒരു കൊലപാതകത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് മതത്തിന്റെയോ മനുഷ്യത്വത്തിന്റെയോ പേരിൽ തടയാൻ ശ്രമിക്കുന്നതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത്? പ്രിയപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹാഫിസ്, താങ്കൾ ആരുടെ പേരിൽ ചർച്ച നടത്തുന്നു? തലാലിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ്? ഇരയുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു വാദമുണ്ടെങ്കിൽ ആരാണ് അതിന് അധികാരം നൽകിയത്? തലാലിന്റെ രക്തം ഒരു വിലപേശൽ കമ്പോളത്തിലെ ചരക്കാക്കില്ല. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കുന്നത് ഞങ്ങളായിരിക്കും. മതത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ പേരിൽ ആരും ഞങ്ങളെ മറികടക്കാൻ ശ്രമിക്കരുത് എന്നാണ് അബ്ദുൽ ഫത്ത മെഹദി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഈ പോസ്റ്റാണ്
സാമുവൽ ജെറോം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് ഫോർ തലാൽ, വധശിക്ഷ നടപ്പാക്കണം തുടങ്ങിയ ടാഗ് ലൈനിലാണ് സാമുവൽ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരം. ഇയാൾ തലാലിന്റെ കുടുംബത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക താല്പര്യം കൂടുതൽ വ്യക്തമാക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും സാമുവൽ ജെറോമിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഈ രീതിയിലൊക്കെയുള്ള പ്രതികരണം വരുമ്പോഴും കാന്തപുരത്തിന്റെ ഓഫീസ് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് പിൻവലിച്ചെന്നുള്ള പ്രചാരണം തെറ്റാണെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അതിനിടെ ഈ വിഷയത്തിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നിലപാടിനെ ശക്തമായി വിമർശിച്ച് കാന്തപുരത്തിന്റെ അനുയായിയായ ജവാദ് മുസ്തഫാവി രംഗത്ത് വന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച ഉത്തരവ് ജൂലൈ 15 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ടപ്പോൾ അത് വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു ശ്രമിച്ച ഏക മലയാള മാധ്യമം ഏഷ്യാനെറ്റാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തങ്ങളെ അത്രമേൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു ഈ വിഷയത്തിലെ അവരുടെ റിപ്പോർട്ടുകളിൽ ഭൂരിഭാഗവുമെന്ന് ജവാദ് പറയുന്നു. ഇന്നും വ്യാജ വാർത്തകൾ നിർമ്മിക്കാനും അതിൽ അഭിരമിക്കാനുമാണ് അവർ ആവേശം കാണിക്കുന്നത്. മലയാളികൾ ഉണ്ണുന്നത് അരിയാണ്, അല്ലാതെ ഏഷ്യാനെറ്റ് അല്ല എന്ന് ഓർത്താൽ നന്ന്. അതിനുശേഷം ഒരു കൂട്ടിച്ചേർക്കലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് പ്രതിനിധി മുജീബ് വിളിച്ചിരുന്നു. ഇന്ന് വന്ന വാർത്ത ഒരു സാങ്കേതിക തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് തിരുത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യം. മുമ്പ് വന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് റോൾ ഇല്ലെന്നാണ് മനസ്സിലായത്. ഡൽഹിയിൽ നിന്ന് ഏഷ്യാനെറ്റ് എടുക്കുന്ന പണി അപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ജവാദ് എഴുതുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയ കാര്യം സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിനിടയ്ക്ക് BJPക്ക് താല്പര്യമുള്ള ആന്ധ്രയിൽ നിന്നുള്ള വിവാദ സുവിശേഷകൻ KA പോൾ വഴി യമനിൽ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയെങ്കിലും തലാലിന്റെ കുടുംബം അതിനോട് സഹകരിച്ചില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കുറച്ച് ദിവസം മുമ്പ് KA പോൾ പറഞ്ഞെങ്കിലും അത് സ്ഥിരീകരണം വന്നില്ല. അതിന് പിന്നീട് ഒരു തുടർച്ചയുണ്ടായില്ല. നിമിഷപ്രിയയുടെ ഭർത്താവും മകളും ഇപ്പോൾ KA പോളിനൊപ്പം യമനിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ശുഭകരമായ വാർത്തയാണ് യമനിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാ വിദ്വേഷ പ്രചാരണങ്ങളെയും യമനിൽ നിന്നും മറ്റും നടന്ന അട്ടിമറി നീക്കങ്ങളെയും അതിജീവിച്ചാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ പരാജയപ്പെട്ട കാര്യത്തിൽ ഒരു മതപണ്ഡിതന്റെ ഇടപെടൽ മാനുഷികതയുടെ വലിയ വിജയത്തിന് കാരണമാകുന്ന മനോഹരമായ കാഴ്ച. അത് ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് പകയും വിദ്വേഷവും വാർത്തകളിൽ നിറയുന്ന ഇക്കാലത്ത്. നന്മയുടെ, മനുഷ്യത്വത്തിന്റെ, കരുണയുടെ വെളിച്ചം ഇനിയും തെളിച്ചത്തോടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.